നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കീറ്റോ LCHF ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ടൈപ്പിലുള്ള അതേ മസാല കുക്കീസാണ്. ഞാൻ ഓവൻ ഇല്ലാതാണ് റെഡിയാക്കുന്നത്. ഒരു പ്ലേറ്റിലേക്ക് ബേക്കിംഗ് പേപ്പറൊക്കെ ഇട്ടൊന്ന് ഇതുപോലെ സെറ്റാക്കി വെക്കുക. അതേപോലെ തന്നെ ബേക്ക് ചെയ്യേണ്ട പാത്രത്തിൽ കുറച്ച് ഉപ്പും ഇട്ട് സ്റ്റാൻഡൊക്കെ വെച്ച് അടച്ച് വെച്ചൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1 കപ്പ് ആൽമണ്ട് ഫ്ലോറാണ്. ഇത് 50 ml കപ്പിൽ എടുത്തിട്ടുള്ള ആൽമണ്ട് ഫ്ലോറാണ്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് എള്ള്. ഇത് ഞാൻ ബ്ലാക്ക് എള്ളാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. ഇനി ഒരു ബൗളിലേക്ക് ആൽമണ്ട് ഫ്ലോർ ഇട്ട് കൊടുക്കുക. ഈ ആൽമണ്ട് ഫ്ലോർ വീട്ടിൽ തന്നെ പൊടിച്ച് റെഡിയാക്കിയതാണ്. അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെ ആൽമണ്ട് ഫ്ലോർ ഫൈനായിട്ടുള്ള റെഡിയാക്കാമെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവുക. പിന്നെ ഈ ഒരു ഫ്ലോറിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എള്ളിട്ട് കൊടുക്കാം. ഇതൊരു 2 ടീസ്പൂണോളം വരുമായിരിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ആ ഒരു ഫ്ലോറിന് ആവശ്യമുള്ള രീതിയിലുള്ള എള്ളിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും വൈറ്റ് എള്ള് വേണമെങ്കിൽ യൂസ് ചെയ്യാമേ. പിന്നെ കുറച്ച് ഹിമാലയൻ പിങ്ക് സോൾട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് വളരെ ചെറിയ അളവിൽ കുറച്ച് സ്റ്റീവിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. പിന്നെ സ്റ്റീവിയ സെലക്ട് ചെയ്യുമ്പോഴേക്കും പ്യൂർ ഓർഗാനിക് സ്റ്റീവിയ സെലക്ട് ചെയ്യുക. എനിക്കങ്ങനെ ഒരു ബ്രാൻഡ് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഇത് ബ്ലർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഒരു 2 വലിപ്പമുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ വലിപ്പത്തിലുള്ള ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, 2 വറ്റൽമുളക്. ഇതിന് പകരം ചില്ലി ഫ്ലേക്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ മസാലയായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകം, ഒരു ചെറിയ പട്ട, ഏലക്ക, പിന്നെ ഒരു 1/2 കപ്പോളമുള്ള തേങ്ങ ചിരകിയത്. ഇനി ഈ തേങ്ങ മിക്സിയിലേക്കിട്ട് തേങ്ങയും അതിൻ്റെ കൂടെ ഈ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കാൻ വെള്ളം യൂസ് ചെയ്യേണ്ട. 50 ഗ്രാം ബട്ടറാണ് ഇത് യൂസ് ചെയ്തത്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. അപ്പം ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അരച്ച് കിട്ടുക. ഇനി ഈ ഒരു മിക്സ്ചർ നമ്മൾ ആൽമണ്ട് ഫ്ലോറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒന്നും നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ സ്പൂൺ കൊണ്ടൊന്ന് കുഴച്ചപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ബൈൻഡിങ് ഏജൻ്റായിട്ട് നമ്മളൊരു മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു മീഡിയം സൈസ് മുട്ട തന്നെയാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യുമ്പം സ്പൂൺ കൊണ്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഒരുപാട് ആവശ്യമില്ല. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും ആദ്യം ഒരു 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കുക. കാരണം ആൽമണ്ട് ഫ്ലോർ ഓൾറെഡി നന്നായിട്ട് വെറ്റാണ്. അപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കി നമുക്ക് എടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുട്ട നമ്മൾ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നനവ് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് വെച്ചിട്ട് കൂളായതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇത് നാട്ടിൽ കിട്ടുന്ന അതേ ഒരു മസാല കുക്കീസിൻ്റെ ടേസ്റ്റ് തന്നെയാണുള്ളത്. എരിവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇനി നമുക്ക് സ്നാക്സ് കഴിക്കാനോ അങ്ങനെയുള്ള ക്രേവിങ്സ് ഒക്കെ വരുമ്പം ഒന്നും കഴിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള മറ്റു റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.